So this is a garden area, I guess. Like, I don't know this school very much, that's why. And it's kind of beautiful. And guys, അപ്പോൾ ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്കായി. എന്താ ചെയ്യുക, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാം. എന്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പുതിയ സ്കൂളിലേക്ക് ഇന്ന് ചേർത്താൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ലച്ചുവിൻ്റെ ഫോട്ടോയുടെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കണം ആദ്യം പോയിട്ട്, എന്നിട്ട് വേണം നമുക്ക് പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. നമുക്ക് ഞങ്ങൾ സ്കൂളിലേക്ക് കുറച്ച് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു 8ാം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൽ സെലക്റ്റഡ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ചതൊന്നും വന്നില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 7ാം ക്ലാസ്സിലെ സിലബസ് അത് തന്നെയാവും എക്സാമിന് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷേ 7ാം ക്ലാസ്സിൽ ഒന്നും വന്നില്ല എന്നുള്ളതാണ് സത്യം. വന്നിക്കണേ അത് ശരി, അവൾ പഠിക്കാത്ത ഭാഗങ്ങളാണ് വന്നത്. അതായത് ഞങ്ങൾ ലാസ്റ്റാണ് ഈ സ്കൂളിൽ ചേർത്താന്നുള്ള കാര്യം തീരുമാനത്തിലായത്. അതായത് ലച്ചുവിന് ഇവിടെ കിട്ടുമോ എന്നുള്ളൊരു കാര്യം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം എൻട്രൻസ് എക്സാമൊക്കെ വെക്കുന്ന കാരണം. പക്ഷേ ഞങ്ങൾ അവിടെ പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് 2 ദിവസം ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് എക്സാം ആണെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചു വേഗം പോയിട്ട് എക്സാമൊക്കെ എഴുതി. പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയില്ലേ. ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലച്ചുവിന് ആ സ്കൂളൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്കൂൾ ഏതാണെന്നൊക്കെ കാണിക്കാം. ഞങ്ങൾ ആദ്യം പോയിട്ട് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ലച്ചുവിൻ്റെ ലൈഫിൽ ഇത് 2ാമത്തെ തവണ കേട്ടോ അവൾ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. 1ാം ക്ലാസ്സിലേക്ക് അവളെ ചേർത്തുമ്പോഴും ഇപ്പോൾ ഇതാ 8ാം ക്ലാസ്സിലേക്ക് ചേർത്തുമ്പോഴും. അങ്ങനെ ഫോട്ടോ ഒക്കെ ഒരുവിധമൊക്കെ ഞങ്ങൾ എടുത്തു. കാരണം ലച്ചു ഇങ്ങനെ ഭയങ്കര ഗൗരവമായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 2-3 തവണ എടുത്തിട്ടാണ് ഒരു ഫോട്ടോ ഒന്ന് ചിരിച്ച ഒരു ഫേസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളിത് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയത്. സോ ഗൈസ്, അപ്പോൾ ഞാനത് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ ആയിട്ടോ ചേർക്കണേ. സ്കൂളിൻ്റെ പേര് IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. So I love this school so much, and I also miss my old school and my friends. Like, it's not easy to not be with them. Like, they were the best after all, and I don't know I'm going to make new friends, but I will try my best. So I'm going to the office room to get my admission, and I need to sign some papers after all. And yeah, you see me signing right now. Like, my sign is so bad. Like, so bad. I'm not used to it, you know. So this is a garden area, I guess. Like, I don't know this school very much, that's why. And it's kind of beautiful and not that much sunny out there. Like, I guess that's how it pronounced it. Like, I'm very bad at English also. So this is how it look like, and I love this area so much. ഇനി സ്കൂൾ തുറക്കുമ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ അഡ്മിഷനൊക്കെ എടുക്കൽ കഴിഞ്ഞു. ലച്ചുവിനുള്ള യൂണിഫോം ഇന്ന് തന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഇനി ഇവിടുന്ന് ഞങ്ങൾ പോണത് എടപ്പാളിക്കാണ് കേട്ടോ. ലച്ചുവിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ലച്ചുവിന് മെയിനായിട്ട് ഒരു ഷവർമ കഴിക്കണം. ഒരുപാടായി ഷവർമ കഴിച്ചിട്ട്, ഒരു ഷവർമ മേടിച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷവർമയും കഴിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എടപ്പാളിക്ക് പോവുകയാണേ. അപ്പോൾ അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബസ് കിട്ടിയില്ല. പിന്നെ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ആ ഓട്ടോറിക്ഷയിലാണ് പിന്നെ നമ്മൾ എടപ്പാളിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മുടെ കാര്യങ്ങൾ എന്തായാലും നടന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എടപ്പാൾ കയറുന്നതാണ് കേട്ടോ ഷവർമ കഴിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ ഈറ്റ് ഷവർമ, ആൻഡ് like I finally have a chance to taste it again. So that's all. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.